ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിലുള്ള ഒരു വികാരമാണല്ലേ പ്രണയം. എന്നാൽ ഒരു പ്രണയം വിജയിക്കണമെങ്കിൽ അതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രണയം എല്ലാം സത്യസന്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നവരും അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് പ്രണയിച്ച് അത് തകർന്ന് വേദനിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. പ്രണയിക്കുന്നവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതായത് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ സീൻ ചെയ്തിട്ടില്ല, അപ്പോൾ തന്നെ വിളിക്കും, നിങ്ങൾ എന്താ സീൻ ചെയ്യാത്ത എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ ഫോൺ വിളിച്ചു, നിങ്ങൾ എടുത്തില്ല, പിന്നെ ഒരു വ്യക്തിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും നിങ്ങൾ ഫോൺ വിളിക്കുന്നത് വരെ. ഇങ്ങനെ എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങളുടെ ഒപ്പം നിൽപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മനസ്സിലെ വിഷമം, അതായത് നിങ്ങളുടെ മുഖം ഒന്ന് വാടിയാൽ ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ കാണുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് ആ കാര്യം മനസ്സിലാവും. നിങ്ങൾ എന്തോ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യം ആ ഒരു വ്യക്തി നിങ്ങളെ കാണുമ്പോൾ തന്നെ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഈ വ്യക്തി ചോദിക്കും, ഇന്നെന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ഇങ്ങനെ നിങ്ങളുടെ മുഖം ഒന്ന് വാടിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ അത്രമാത്രം നന്നായിട്ടാണ് സ്നേഹിക്കുന്നത്. നിങ്ങളെ മനസ്സറിഞ്ഞിട്ടാണ് ആ വ്യക്തി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നവർ ഒന്നുമല്ല, ഫ്യൂച്ചർ ഗോൾസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി പ്ലാൻ ചെയ്തിട്ട് നിങ്ങളോട് തന്നെ പറയും, നമുക്കത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യണം തുടങ്ങി ലൈഫിലെ എല്ലാ പ്ലാനിങ്സും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നവരെ ഒന്നുമല്ല, സത്യസന്ധമായിട്ട് നിങ്ങളെ ഒരു വ്യക്തി പ്രണയിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഏതവസ്ഥയിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോൾ നല്ലൊരു കാലമാണ്, ആ ഒരു ടൈമിലും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ബാഡ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ആ ഒരു വ്യക്തി അപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയാലും ഈ ഒരു വ്യക്തി സപ്പോർട്ടായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി അത്രമാത്രം സത്യസന്ധമായിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അഞ്ചാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളെ അവർ യൂട്ടിലൈസ് ചെയ്യില്ല. അതായത് ചില റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഒരു വ്യക്തി, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നിർബന്ധിക്കും. അവർ ഫിസിക്കലി, അതായത് അവർക്ക് വേണ്ട ആ ഒരു ശരീരം കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലാതെ ആ ആളുടെ മനസ്സും കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ മാക്സിമം എത്രയും വേഗം തന്നെ അവരെ ഒഴിവാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കും. നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല, അല്ലെങ്കിൽ എന്നോട് മിണ്ടണ്ട, ഇങ്ങനെയൊക്കെ തുടങ്ങി നിങ്ങളെ ഒരു തരത്തിലുള്ള ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി. അതായത് അവരുടെ ആവശ്യത്തിന് മാത്രം നിങ്ങളെ കാണുന്നു, അവർക്കുള്ള ആവശ്യം, അതായത് അവരുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യണം. നിങ്ങളോട് വലിയ കാര്യങ്ങളും ഷെയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് എങ്കിൽ മാക്സിമം എത്രയും വേഗം അത് വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.
ഈ ഒരു കാര്യം ഗേൾസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളെ ഞാൻ കെട്ടാം, അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും സമ്മതിക്കാൻ നിൽക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ, ആ ഒരു ടൈം ഇതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഓപ്പണായിട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ റിലേഷൻഷിപ്പ് ഇവിടെ പോകുമോ അല്ലെങ്കിൽ അവൻ ഇട്ടിട്ട് പോകുമോ എന്നും പറഞ്ഞ് പേടിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ആരും നിൽക്കരുത്. അപ്പോൾ നമ്മുടെ 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കമ്മ്യൂണിക്കേഷനാണ്. അതായത് ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങളുമായിട്ട് എപ്പോഴും ആ ഒരു വ്യക്തിക്ക് സംസാരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ റെസ്പെക്റ്റും തരും. ഇങ്ങനെ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.